ഒരു പ്രശ്നമായി ഇപ്പോൾ അധ്യാപകരുടെയും അതോടൊപ്പം തന്നെ രക്ഷിതാക്കളുടെയും ഒക്കെ മുന്നിൽ ഉള്ള ഏറ്റവും വലിയ വെല്ലുവിളിയായി നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ആ സ്കൂളുമായി ചേർന്ന് കിടക്കുന്ന പ്രിയപ്പെട്ട ഒരുപാട് ചേർന്ന് കിടക്കുന്ന ആളുകൾ, ആ പരിസരത്തുള്ള വീട്ടുകാർ, അവിടുത്തെ PTA ഭാരവാഹികളൊക്കെ, കാരണം അത്രയേറെ ഈ ചേർന്ന് കിടക്കുന്നവരാണ്, ഈ നാട്ടുകാർ കൂടിയാണ് ആ അധ്യാപകർ. അതായത് ഈ പരിസരത്തിൽ ഒരു ഏതാനും കിലോമീറ്റർ ചുറ്റളവിൽ ഉള്ളവർ കൂടിയാണ് ആ അധ്യാപകർ. അപ്പോൾ അതിൻ്റെ ഒരു വൈകാരികത കൂടി ഇതിനകത്തുണ്ട് എന്നുള്ളതാണ്. ഏതായാലും മൃതദേഹങ്ങൾ അല്പസമയത്തിനകം തന്നെ ഇങ്ങോട്ടേക്ക് എത്തും. അത് എത്തുന്ന മുറക്ക് ഓരോ ഫ്രീസറുകളിൽ അത് കൃത്യമായി വെക്കും. എന്നിട്ട് ഏതാണ്ട് 1 മണിക്കൂറോളം സമയമാണിപ്പോൾ ഇവിടെ പൊതുദർശനത്തിനുള്ള സമയം സജ്ജീകരിച്ചിട്ടുള്ളത്. അത് ഒരു മണിക്കൂർ ആവശ്യമെങ്കിൽ അതിനനുസരിച്ച് വർദ്ധിപ്പിക്കാം എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ നിലവിൽ ഒരു മണിക്കൂർ സമയം വെക്കാമെന്നുള്ളൊരു തീരുമാനത്തിലാണ് എത്തിയിട്ടുള്ളത്. അങ്ങനെ 1 മണിക്കൂർ സമയം പൊതുദർശനത്തിന് ശേഷം പിന്നീട് അവരവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ വളരെ വികാരാതീതമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നതെന്ന് ഈ ഘട്ടത്തിൽ പറയേണ്ടിയിരിക്കുന്നു. ഈ സ്കൂളിലെ കുഞ്ഞുങ്ങൾ ആണ് ആദ്യം കാണിക്കുന്നത്. അതിനുശേഷം അവരുടെ ഈ ബന്ധുക്കൾ, അതോടൊപ്പം തന്നെ സ്കൂളുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ, അവരെയൊക്കെയാണ് ആദ്യം കാണിക്കുക. അതിനുശേഷം പൊതുജനങ്ങളെ കാണിക്കും എന്നുള്ളതാണ്. ഇപ്പം ഓരോരുത്തരുടെ പേരും എഴുതി വെച്ചിട്ടുണ്ട്. അവർക്ക് അവസാനമായി വന്ന് കിടക്കാനുള്ള ഫ്രീസറുകളിൽ ഓരോരുത്തരുടെയും പേര് എഴുതി വെച്ചിട്ടുണ്ട്. മജീദ് മാഷിൻ്റെയും റുക്കിയ ടീച്ചറുടെയും ഉൾപ്പെടെയുള്ള പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ മൃതദേഹങ്ങൾ എത്തിച്ചതിന് ശേഷം ഇനി 1 മണിക്കൂർ സമയം ഇവിടെ പൊതുദർശനത്തിന് വെക്കും. അതിനുശേഷമായിരിക്കും ബന്ധുക്കൾക്ക് വിട്ടു നൽകുക, അല്ലെങ്കിൽ വീടുകളിലേക്ക് കൊണ്ടുപോവുക. നമുക്കിപ്പം സംസ്കാരങ്ങൾ അവരുടെ ഓരോ മഹല്ലുകളിലാണ്. ഇതിപ്പം പാങ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണെങ്കിൽ പോലും ഇതിനകത്ത് വ്യത്യസ്ത മഹല്ലുകളുണ്ട്. അവിടെയാണ് ഇപ്പം അബ്ദുൽ മജീദ് മാഷിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ റുക്കിയ ടീച്ചറുടെയും മൃതദേഹം പാങ് മാട്ടാത്ത് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലാണ് നടക്കുക. റംല ടീച്ചറുടെയും പാചക തൊഴിലാളിയായിട്ടുള്ള സാജിദയുടെയും അധ്യാപികയായിട്ടുള്ള ഷക്കീലയുടെയും മൃതദേഹം വലിയ ജുമാത്ത് പള്ളി ഖബർസ്ഥാനിലാണ് മറവ് ചെയ്യുക. അജിത് ടീച്ചറുടെ മൃതദേഹം ഷൊർണൂർ ശാന്തി തീരത്താണെന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ ആശ ടീച്ചറുടെ മൃതദേഹം അവരുടെ വീട് കൊളത്തൂരിലെ തറവാട്ട് വീട്ടിലാണ് സംസ്കരിക്കുക. സുഹർ ടീച്ചറുടെയും അവരുടെ മകൻ ഹാഷിമിനെയും ഈസ്റ്റ് പാങ് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലാണ് അങ്ങനെയാണ് ഖബറടക്കത്തിന്റെയും മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുള്ളത്. ഏതായാലും ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്, കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളുണ്ട്, നാട്ടുകാരുണ്ട്, വിവിധ സന്നദ്ധ പ്രവർത്തകരുണ്ട്. എല്ലാ തരത്തിലും വേണ്ട സംവിധാനങ്ങളെല്ലാം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മൃതദേഹങ്ങൾ അല്പസമയത്തിനകം തന്നെ എത്തും എന്നുള്ളതാണ്. നമ്മൾ ഈ ആളുകളുടെ, അല്ലെങ്കിൽ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളുടെ പ്രതികരണങ്ങൾ എടുക്കുമ്പോൾ അത് വളരെ വൈകാരികമായാണ് അവർ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ അവർക്ക് സംസാരിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അതുകൂടി നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും വലിയ ഒരു ദുഃഖം താങ്ങാവുന്നതിലും അപ്പുറം വലിയ ഒരു ദുഃഖത്തിലാണ് ഇപ്പോൾ അവരുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജില്ലാ കളക്ടർ അതോടൊപ്പം ജംഷീർ, ഉള്ളിലയ്ക്കുന്ന ദൃശ്യങ്ങളാണ് അവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിവൈകാരികമായ രംഗങ്ങളാണ് അവിടെ ഉള്ളത്. ഇനി ഒരിക്കലും ആ അധ്യാപകർ നമുക്ക് മുന്നിലേക്ക് എത്തില്ല എന്നുള്ളൊരു ചിന്ത തന്നെ ആ നാടിനെയും നാട്ടുകാരെയും ഒന്നാകെ തളർത്തുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ ഒന്നും കാര്യം അത് പറയേണ്ടതില്ല. കാരണം അവർക്ക് പ്രിയങ്കരായ അധ്യാപകർ അടുത്ത അക്കാദമിക വർഷവും കൂടി കാണാമെന്ന് പറഞ്ഞുകൊണ്ട് യാത്ര പിരിഞ്ഞു പോയ ആളുകളുടെ ചേതനയേറ്റ ശരീരമാണ് അമ്പലപ്പറമ്പ് സ്കൂളിലേക്ക് മടങ്ങിയെത്തുന്നത് എന്നുള്ളത് ആ ഒരു യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ പോലും കഴിയാതെ വിതുമ്പുന്ന സഹപ്രവർത്തകരും അധ്യാപകരും നാട്ടുകാരും ഒക്കെ ആ സ്കൂളിനെ അങ്ങ് വലയം ചെയ്തിരിക്കുകയാണ്. അവരുടെ ഇടയിലേക്ക് ഇപ്പോൾ തന്നെ എത്തിച്ചേരും. ഒരു അല്പസമയത്തിനകം തന്നെ ഈ 9 പേരുടെയും മൃതദേഹം എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ വലിയ അതിവൈകാരികമായ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഹൃദയവേദനയോടെ ഉള്ളുലഞ്ഞു നിൽക്കുന്ന ഒരു നാടിനെയും നാട്ടുകാരെയുമാണ് നമുക്ക് അവിടെ നിന്ന് കാണാൻ കഴിഞ്ഞത്.